നമസ്കാരം. ജമ്മു കാശ്മീരിന്റെ 317 എടുത്തു കളഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള സ്വാധീനം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കശ്മീരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധേയമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് 40 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ജമ്മു കാശ്മീരിൽ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആകെ 90 സീറ്റുകളിൽ 40 മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുക, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദ്ധതിയിലേക്ക്, ദേശീയതയിലേക്ക് മുന്നോട്ട് വരാനായിട്ട് കശ്മീരിലെ സമൂഹം പോലും വലിയ രീതിയിൽ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളുടെ തുടക്കമുണ്ടായത് 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്നുള്ളതിന്റെ ഒരു വലിയ പ്രശംസനീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം അല്ലെങ്കിൽ അവിടുത്തെ കശ്മീരിലെ ജനത BJPക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായത്. നമ്മൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇപ്പോഴും കശ്മീരിന്റെ താഴ്വരയിൽ BJPക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ പോലും ജമ്മുവും ഉധംപൂർ മേഖലയും കൃത്യമായിട്ട് BJP തൂത്തുവാരുമെന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. കൂട്ടത്തിൽ മറ്റ് സ്വതന്ത്രരായിട്ടുള്ള സഖ്യകക്ഷികളോട് ചേർന്നുകൊണ്ട് കശ്മീർ താഴ്വരയിൽ ചരിത്രപരമായിട്ടുള്ള സീറ്റുകളുടെ ഒരു വർധനവുണ്ടാക്കി 46 എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. 317 എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. സൈനികരും മറ്റ് സേനാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും അടക്കമുള്ള ആളുകൾക്ക് പരസ്യമായിട്ട് നഗരവീഥികളിലൂടെ പോലും നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ 2004 മുതൽ 2014 വരെയും കശ്മീരിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നൊന്ന് പോയി നോക്കൂ, എന്താണ് ജമ്മു കാശ്മീർ ലോകത്തെ വിനോദസഞ്ചാരികളുടെ സുപ്രധാനമായിട്ടുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് കശ്മീർ താഴ്വര എന്നുള്ള തർക്കമില്ല. സുന്ദരമായിട്ടുള്ള പ്രദേശം. ഈ സുന്ദര പ്രദേശത്ത് ചോരയുടെ മണം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരാണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നിരന്തരമായിട്ടുള്ള ഭീകരാക്രമണ ശ്രമങ്ങളും കശ്മീർ താഴ്വരയുടെ ഉള്ളിലുള്ള സാധാരണക്കാരായിട്ടുള്ള യുവതി യുവാക്കളെ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുകയും ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, സിമി പോലെയുള്ള അതിഭീകരമായിട്ടുള്ള ഭീകര സംഘടനകൾക്ക് ഒപ്പം ഇവരെ കൂട്ടിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് എടുത്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുക, കശ്മീരിനെ ആസാദിയാക്കുക, സ്വതന്ത്രമാക്കുക എന്നുള്ള നിലപാടാണ് ഇവര് നിരന്തരമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ നിലപാടുകളെ സൈന്യത്തെ വെച്ചുകൊണ്ട് അടിച്ചമർത്തി കശ്മീർ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥലം ാണ്. ഈ പ്രദേശം വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് തയ്യാറല്ല. ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്ക് ഞങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള നിലപാടോട് കൂടിയിട്ടാണ് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യക്തമായിട്ടുള്ള ആധിപത്യത്തോട് കൂടി തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് ഭീകരവാദികളെ അടിച്ചമർത്തുകയും കശ്മീരിൽ പുതിയ സംവിധാനം രൂപീകരിക്കുകയും ലഡാക്ക്, ജമ്മു, അതോടൊപ്പം തന്നെ കശ്മീർ താഴ്വര ഈ പറയുന്ന 3 പ്രദേശങ്ങളായിട്ട് വിഘടിപ്പിച്ചുകൊണ്ടാണ് BJP 317 എടുത്തു കളഞ്ഞത്. ഇതിൽ ലഡാക്ക് ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയിലേക്ക് നിലനിൽക്കുകയും ജമ്മുവും അതോടൊപ്പം തന്നെ കശ്മീരും പൂർണ്ണമായിട്ട് ഒരു സംസ്ഥാന സംവിധാനത്തിലേക്ക് മാറി. ഇവിടെ മാത്രമാണ്, ഇവിടുത്തെ ഒരു പരിഷ്കരിച്ച 90 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 90 സീറ്റിലാണ് യഥാർത്ഥത്തിൽ BJP ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. 40 സീറ്റുകൾ ഇപ്പൊ അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് സാധാരണ ജനങ്ങൾ ഇന്ന് ഭീകരവാദത്തിന്റെ ഇരയായിട്ട് നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഈ സംസ്ഥാനത്ത് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം, വികസനത്തിന്റെ തുടിപ്പുണ്ടായത് മോദി വന്നതിന് ശേഷമാണ്. ഒരു യുവതി ഒരു ബുള്ളറ്റിൽ കൈവിട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ചെയ്തത് ലോകം മുഴുവൻ വ്യാപകമായിട്ട് ചർച്ച ചെയ്താണ്. സ്വതന്ത്രമായിട്ട് എനിക്കിവിടെ സ്വതന്ത്രമായിട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാശ്മീർ പഴയ കാശ്മീരില്ല, ചോരയുടെ മണമില്ല. ചില പ്രദേശങ്ങളിൽ മാത്രമാണ്, പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും സൈന്യത്തിന് നേരെ അതിർത്തിക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചില ഭീകരവാദികളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അതിർത്തിക്കുള്ളിലേക്ക് കയറി വന്നുകൊണ്ട് ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോൾ ഭീകരവാദ സംഘടനകൾക്കോ പാകിസ്ഥാനോ ഇല്ലാത്ത തരത്തിലേക്ക് BJP കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുന്നു. കൃത്യമായിട്ട് RSSന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പ്രവർത്തന സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. RSSന്റെ രാം മാധവ് എന്ന് പറയുന്ന മുൻകാല പ്രചാരകനെ തന്നെ വീണ്ടും കശ്മീരിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി അവിടെ വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ
മാറ്റത്തിന്റെ തുടക്കമുണ്ടാക്കാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ BJPക്ക് സാധിച്ചത് ഇതേ ഈ രാം മാധവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുണ്ടായ വളരെ ചിന്താശേഷിയുള്ള പ്രവർത്തനത്തിന്റെ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കാശ്മീരിന്റെ ഭാഗത്തും ഉണ്ടാകും. PDP പോലെയുള്ള ഒരു സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് BJP കുറച്ചു കാലെങ്കിലും അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അധികാരത്തിൽ ഇരിക്കാൻ സാധിച്ചത് തന്നെ രാം മാധവനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള സംഘടനാ പ്രവർത്തകരുടെ പ്രചാരകന്മാരുടെ കഴിവാണെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കശ്മീരിൽ പരീക്ഷിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളിലേക്കും BJP മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിലേക്ക് യുവാക്കൾ പോകുന്ന സംവിധാനത്തെ പൂർണ്ണമായിട്ടും ബോധവൽക്കരണത്തിലൂടെ കൃത്യമായിട്ട് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുന്നു. വർഷങ്ങളായിട്ട് അവിടെ വോട്ട് പോലും ചെയ്യാതിരുന്ന ആളുകൾക്ക് ഇത്തവണ വലിയ ഒരു മാറ്റം. BJP അധികാരത്തിൽ വരുന്നതിനേക്കാൾ ഉപരി മോദിയുടെയും BJPയുടെയും പ്രധാനപ്പെട്ട വിജയങ്ങളിലൊന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജമ്മുവിൽ കഴിഞ്ഞ വട്ടം തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പോലും 40% വോട്ടാണ് പോൾ ചെയ്തത്. കശ്മീരിൽ 40% വോട്ടാണ് പോൾ ചെയ്തത്, ജമ്മുവിൽ 70%. അപ്പോ പൂർണ്ണമായിട്ടും ജമ്മുവിനൊപ്പം കശ്മീരിനെയും വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ ഉയർത്തുക, ലോകത്തിന്റെ മുന്നിൽ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ജനാധിപത്യ വിശ്വാസികളാണെന്നും മതഭ്രാന്ത് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് BJPയുടെ കഴിവായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ മാറിയിരിക്കുകയാണ്. കശ്മീരിന്റെ താഴ്വര ഇന്ന് ശാന്തമായി നിലനിൽക്കുന്നത് അവിടെ സേനയെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കാശ്മീർ താഴ്വര ശാന്തമായി നിൽക്കുന്നതിനെ അശാന്തിയാക്കാനായിട്ട് രാഹുൽ ഗാന്ധി അടക്കം ശ്രമിക്കുന്നുണ്ട്. ആ അശാന്തിയുടെ ഭാഗമായിട്ട് അവർ പറയുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. എന്തിനാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരുന്നത്? ആരെ പ്രീണിപ്പിക്കാനാണ്? ആരുടെ പിന്തുണയുണ്ടാകാനാണ്? പാകിസ്ഥാൻ പറയുന്നത് ഇത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അവിടെ പുനഃസ്ഥാപിക്കണമെന്നാണ്. ഇത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും പറയുന്നു, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപി. ഈ കാശ്മീർ താഴ്വര അല്ലെങ്കിൽ ജമ്മു എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോട് എന്ത് കൂറാണ് ഈ രാഹുൽ ഗാന്ധിക്കുള്ളൂ? ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് അവസാനിപ്പിച്ചത് കശ്മീരിലാണ്. അവിടെ മഞ്ഞുവാരി ചേട്ടനും അല്ലെങ്കിൽ പപ്പുവും സഹോദരിയും പിങ്കിമോളും കൂടി മഞ്ഞുവാരി എറിയുന്ന കാഴ്ചയൊക്കെ രാജ്യത്തെ ജനങ്ങൾ നോക്കി പരിഹസിച്ചതാണ്. കാരണം നിങ്ങൾ 60 വർഷം ഭരിച്ചിട്ടും സ്വസ്ഥമായിട്ട് അവിടെ പോയി ഒരു പ്രസംഗം നടത്താൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മോദി കശ്മീരിനെ മോചിപ്പിച്ചിരിക്കുന്നു. സ്വതന്ത്രമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിയുടെ അണികൾക്കും നേതാക്കന്മാർക്കും കാശ്മീരിൽ വന്നുകൊണ്ട് പ്രവർത്തിക്കാനും അവിടെ പ്രസംഗിക്കാനും ബൂത്ത് തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ടാക്കിയത് മോദിയാണ്. ഇതാണ് BJPയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രവാദവും രാഷ്ട്രസ്നേഹവും. വർഗീയത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ വിഘടിപ്പുണ്ടാക്കാൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് 317 പുനഃസ്ഥാപിക്കുമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞു. അപ്പോൾ മാനസികമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളോടോ സംസ്കാരത്തോടോ കൂറു പുലർത്താത്ത ചേർന്ന് നിൽക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് ഒരു തരത്തിലുമുള്ള സംശയമില്ല. നിരന്തരമായിട്ട് സാമൂഹിക പ്രവർത്തനം എന്നുള്ളതിന്റെ പേരിൽ രാഷ്ട്രദ്രോഹമാണ് ഇവരെ പോലെയുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരുടെ ശബ്ദത്തിൽ നിന്ന് വാക്കിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണെങ്കിലും കശ്മീരിൽ BJPയുടെ അധികാരത്തിലേക്ക് വരുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 40ഓളം മുസ്ലിം സ്ഥാനാർത്ഥികൾ നിർത്തിക്കൊണ്ട് ചരിത്രം തന്നെ കശ്മീരിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് BJP. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.